ഡോർ ഓപ്പൺ ആണല്ലോ. പക്ഷെ വീട്ടിലാരെയും കാണുന്നില്ലല്ലോ. എന്തായാലും ഒന്ന് ഫോൺ ചെയ്തിട്ട് വന്നാ മതിയായിരുന്നു. ഇനി മുകളിൽ ആരെങ്കിലും ഉണ്ടായിരിക്കുമോ? ഹലോ, നമസ്കാരം. ആരാ നീ? അച്ഛാ, ഇതാണ് ഞാൻ പറഞ്ഞ വീണ. അതായത് ഓ, നീയാണോ? നിങ്ങളിപ്പോ ഇങ്ങോട്ട് വന്നത്? അത് എന്റെ ഏട്ടൻ ഇവനൊന്ന് തല്ലിയിരുന്നു. അതിന് സോറി പറയാൻ വേണ്ടി വന്നതാ. എന്റെ കൊച്ചു മുതലാളിയുടെ മേൽ കൈവച്ചതാരാണ്? അത് എന്റെ ചേട്ടനാ. ഏട്ടൻ ഇത്തിരി ദേഷ്യക്കാരനാ. തെറ്റിദ്ധരിച്ച അങ്ങനെയൊക്കെ ചെയ്ത്. അതുകൊണ്ടാ അവന് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കാൻ വന്നത്. അയ്യോ, അതിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ എന്തിനാ ക്ഷമയൊക്കെ ചോദിക്കുന്നത്? നിങ്ങളെ എന്റെ കൂടെ കണ്ടതുകൊണ്ടല്ലേ ബ്രോ നിങ്ങളോട് അങ്ങനെ പെരുമാറിയത്. ഞാൻ കാരണം നിങ്ങൾ വെറുതെ വേദന അനുഭവിച്ചില്ലേ? കണ്ടതിൽ വളരെ സന്തോഷം. നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞങ്ങൾക്ക് കുറച്ച് ജോലിയുണ്ട്. പോയിട്ട് വരാം. ആദിശേഷൻ എന്നോ? ഇതാരും എഴുതിയിട്ടുണ്ടാവാ? ഈ വീട്ടില് ആദിശേഷനെ കുറിച്ച് ആർക്കും അറിയാവുന്നത്? ആദിശേഷനെ കുറിച്ച് ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതെന്റെ ശത്രു അവനെ വഴിയുള്ളൂ. അവനെ കൊന്ന ശത്രുക്കൾ ആരെങ്കിലും ഈ വീട്ടിൽ വന്നിട്ടുണ്ടാകുമോ? ആരായിരിക്കും വന്നിട്ടുണ്ടാവുക? ശിവാനി, ഇത്ര തിടുക്കത്തിൽ ഇതെങ്ങോട്ടാ ഓടുന്നേ? ഒരുപാട് ധൃതി കാണിക്കാൻ പാടില്ല. തട്ടിത്തറഞ്ഞ് വീഴില്ല എവിടെങ്കിലും. ആദിശേഷ. എന്താ പറഞ്ഞേ? ഞാനോ? ഞാനെന്തു പറഞ്ഞെന്ന്? വിശേഷം എന്തൊക്കെയാന്ന് ചോദിച്ചല്ലേ? എന്താ വേറെ എന്തെങ്കിലും നീ കേട്ടോ ശിവാനി? വേറെ പല ഉദ്ദേശമായിട്ട് ഭൂമിയിലേക്ക് വന്നവർക്ക് തന്റെ തനിനിറം പുറത്താവുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോ പേടി തോന്നുമല്ലേ? അല്ലേ ശിവാനി? വൈ ആർ യു സ്റ്റെയറിംഗ് അറ്റ് മീ ശിവാനി? നോക്കി പേടിപ്പിക്കല്ലേ? ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞോ? ഈ പേപ്പറില് എഴുതിയിരിക്കുന്നത് സത്യമാ. നീ അയാളെ അന്വേഷിച്ചാണ് ഈ ഭൂമിയിലേക്ക് വന്നതെന്നതും സത്യം തന്നെയാണ്. ആരുടെ ചിത്രമാ ശിവാനി ഇത്? നിനക്ക് പരിചയമുണ്ടോ ഇയാള്? ത്രിവിക്രം, ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാം? എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നേ? ഇതെല്ലാം നിന്നോട് ആരാ പറഞ്ഞത്? ആരോ ഇതെന്റെ കാതിൽ കൊണ്ടുവന്നെത്തിച്ചു. പിന്നങ്ങോട്ട് ഞാൻ സ്വയം ഇരുന്ന് ചിന്തിക്കാൻ തുടങ്ങി. നീ എന്നെ എന്തിനാ പ്രേമിച്ചെന്ന് ഞാൻ ഒരുപാട് ആലോചിച്ചു. അപ്പോഴല്ലേ കാര്യം മനസ്സിലായേ. നീ ഈ ചിത്രം കണ്ടതു മുതലാ സംശയം തോന്നി എന്നെ സ്നേഹിച്ചു തുടങ്ങി. തിരിച്ച് ഞാനും നിന്നെ സ്നേഹിച്ചു. Am I right? ഞാൻ ഈ ചിത്രം വരച്ചതുകൊണ്ട് ഞാനും നിന്റെ പ്രിയതമൻ ആദിശേഷനും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് നീ തെറ്റിദ്ധരിച്ചു. അതുകൊണ്ടല്ലേ നീ എന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്. പക്ഷെ ഞാനല്ല നീ അന്വേഷിക്കുന്ന ആളെന്ന് നിനക്ക് മനസ്സിലായി. തൃശ്ശൂരിലെ നീ കല്യാണം കഴിച്ചു. അത് കഴിഞ്ഞല്ലേ അവനെ പ്രേമിക്കാൻ തുടങ്ങിയത്. Am I right? ഇതൊക്കെ അറിഞ്ഞിട്ടിപ്പോ എന്തിനാ? ഇന്ന് എന്റെ പാട്ടിനെ വിട്ടേക്ക്. ഞാൻ വിട്ടേക്കാൻ ശിവാനി. ഇതിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് നിന്നെ പ്രേമിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടും നീ എന്നെ പ്രേമിച്ച് എന്റെ പുറകെ വന്നതല്ലേ. ഞാൻ ആഗ്രഹിച്ചപ്പോ നീ എന്നെ വിട്ടുപോയി ശിവാനി. അന്നത്തെ അവസ്ഥയിൽ ഒന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു എനിക്ക്. ഇപ്പൊ എന്റെ മനസ്സിൽ ആഗ്രഹമുണ്ട്. നിന്നെ നേടിയെടുക്കാൻ ശക്തിയുണ്ട്. എനിക്ക് നിന്നെ വേണം. ത്രിവിക്രം, ഒച്ച വെക്കണ്ട. നീ ഒച്ച വെച്ചാ എനിക്ക് ദേഷ്യം വരുമെന്ന്. മുതലാളി, ടാബ്ലറ്റ്. ഇപ്പൊ എങ്ങനെയുണ്ട് മുതലാളി? I'm fine. 2-3 ദിവസം കൊണ്ട് റെസ്റ്റ് എടുത്താൽ പൂർണ്ണമായിട്ടും ഓക്കെ ആവും.
പക്ഷെ മുതലാളി അത് ചെയ്യില്ലല്ലോ. ഇതിപ്പോ എങ്ങോട്ടാ മുതലാളി രാവിലെ? കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടോ നന്ദീശ? ഞാനൊന്ന് പോയിട്ട് വരാം. അല്ല മുതലാളി. നന്ദീശ, നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ? നമ്മുടെ ത്രിവിക്രമനല്ലേ, അവൻ ഒരുപാട് മാറിയിരിക്കുന്നു. വീട്ടിലേക്ക് കൃത്യമായിട്ട് വരാത്തവൻ വീട്ടിലെല്ലാവരോടും ജോളിയായിട്ട് ഇടപഴകുന്നു. അവന്റെ ഈ മാറ്റം കാണുമ്പോ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. പഴയ ത്രിവിക്രമനെ നമുക്ക് തിരിച്ചു കിട്ടിയതുപോലെ. അവന്റെ മാറ്റത്തിൽ എനിക്ക് സന്തോഷം തന്നെയാ. പക്ഷേ അവന്റെ കാര്യം മാത്രം ഓർത്ത് മുതലാളിയുടെ കാര്യം മറന്നുപോയേക്കരുത്. ഇങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നത് അത്ര പന്തിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞില്ലേ നന്ദീശ? കുറച്ച് അത്യാവശ്യമുള്ളതുകൊണ്ടാ ഞാൻ പെട്ടെന്ന് തിരിച്ചു വരും. ഇനിയിപ്പോ ആരെങ്കിലും വീണ്ടും പറഞ്ഞില്ലേടാ ഒന്നും സംഭവിക്കില്ലെന്ന്. എന്റെ സേഫ്റ്റിക്കായിട്ട് ഇതെന്റെ കൂടെ ഉണ്ടല്ലോ. എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എന്റെ ശത്രു എനിക്ക് മരണഭയം തരുന്നതിന് മുമ്പ്. നോക്ക് ശിവാനി, നടന്നതെല്ലാം മറന്നേക്ക്. ഞാൻ നിന്നെ കല്യാണം കഴിച്ചോളാം. റാണിയെ പോലെ വാഴിക്കും ഞാൻ നിന്നെ. വാട്ട് യു സേ? എന്റെ അവസാന ശ്വാസം വരെയും അത് നടക്കില്ല. എന്റെ പ്രണയവും എന്റെ ജീവനും എന്റെ ശ്വാസവും എല്ലാം എന്റെ ആദിശേഷനാണ്. അവൻ എന്ത് കൂടത്രമാണോ ചെയ്തത്? തൃശൂൽ, ഇനി അവൻ ഈ ഭൂമിയിൽ ഉണ്ടാവാൻ പാടില്ല. അവൻ കെട്ടിയ താലി ഉണ്ടാവാൻ പാടില്ല. ത്രിവിക്രം, എന്താ കാണിക്കുന്നേ? നീ ചെയ്യുന്നത് തെറ്റാണ്. ഒരു പെണ്ണിന്റെ സൗഭാഗ്യമാണിത്. എന്റെ ജീവനുള്ളത് ഈ താലിയിലാണ്. അത് നീ ഇല്ലാതാക്കരുത്. വിടു ത്രിവിക്രം, വിട്. സൗഭാഗ്യോ? അതൊക്കെ ഞാൻ നിനക്ക് തരാൻ ശിവാനി. വേണ്ട ത്രിവിക്രം, ദേവി ഇത് വേണ്ട, വിട്ടേക്കും. നിന്റെയും തൃശൂലിന്റെയും ബന്ധത്തിന് ഞാൻ ഒരു അവസാനം കണ്ടെത്താം. ഈ താലി അർത്ഥ തീരില്ലല്ലോ. ത്രിവിക്രം, നിന്റെ കാലം ഞാൻ പിടിക്കാം, വിട്ടേക്ക്. ത്രിവിക്രം, വേണ്ട ത്രിവിക്രം. ഡാഡ്, എന്താടാ നീ കാണിക്കുന്നേ? അത് പിന്നെ അങ്കിൾ, ത്രിവിക്രം. നീ പേടിക്കണ്ട ശിവാനി, ഞാൻ നിന്റെ രക്ഷയ്ക്കുണ്ട്. എന്റെ മരുമകളുടെ മേലെ നീ കണ്ണുവെക്കുന്നോടാ. അനിയന്റെ ഭാര്യയെ അനിയത്തിയെ കാണണമെന്ന് നിനക്കറിയില്ലേ? അവളുടെ മേലെ നീ കണ്ണുവെച്ചല്ലേ? ഇവളുടെ താലിയിൽ കൈവെക്കാൻ മാത്രം എവിടെ നടാ നിനക്ക് ധൈര്യം കിട്ടിയത്? ഡാഡി എന്നോട് എന്തിനാ ദേഷ്യപ്പെടുന്നേ? അതിന് മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തേ? എന്ത് തെറ്റാണെന്നോ? എനിക്കതിന്റെ നാക്കുകൊണ്ട് പറയാൻ തന്നെ ലജ്ജ തോന്നുന്നു. ഡാഡി, ശിവാനി എന്റേതാണ്. ഞാനാണ് ഇവളെ സ്നേഹിച്ചത്. ഞങ്ങളുടെ കല്യാണം നടക്കണ്ടേ? അവനാണ് ഇവളെ പ്രണയിച്ചത്. പ്രണയിച്ചു തന്നെയാണ് ഇവര് കല്യാണവും കഴിച്ചത്. ഇവരുടെ ദാമ്പത്യ ജീവിതം നന്നായിട്ട് പോകുന്നുണ്ട്. പെണ്ണിന്റെ കഴുത്തിൽ ഒരു തവണ താലി വീണാൽ കഴിഞ്ഞു. അവള് പിന്നെ അവന്റേത് മാത്രമായിരിക്കും. അങ്ങനെ ഒരു നിയമമൊന്നും ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പൊ ഞാനത് ബ്രേക്ക് ചെയ്യാം. ശിവാനി, വാ എന്റെ കൂടെ. നീ എന്റെ മകനാണെന്ന് കരുതിയ ഇത്രയും നാള് വളർത്തി വലുതാക്കിയത്. അതിന് നീ എനിക്ക് തന്ന പ്രതിഫലമാണല്ലേ ഇത്? നിനക്ക് കുറച്ചെങ്കിലും സംസ്കാരം ഉണ്ടാവുന്ന ഞാൻ കരുതിയത്. നിന്റെ മുഖത്ത് നോക്കാൻ തന്നെ എനിക്ക് ലജ്ജ തോന്നുന്നു. ശിവാനി, ഈ ദിവസം നിന്റെ ജീവിതത്തിലെ ഒരു മോശപ്പെട്ട ദിവസമാണെന്ന് എനിക്കറിയാൻ മോളെ. നിന്റെ മനസ്സ് ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. ഒരു പെൺകുട്ടിക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത്. ഇന്നത്തെ ഈ സംഭവം പേപ്പറിലോ ടിവിയിലോ ഒക്കെ കാണുകയാണെങ്കിൽ വെട്ടിക്കൊല്ലാൻ തോന്നും. അവനെയൊക്കെ കൊന്നുകളയാനാ എനിക്ക് തോന്നുക. ഇതിപ്പോ നമ്മുടെ വീട്ടിൽ തന്നെയാണല്ലോ ആ മഹാഭാവി ഉള്ളത്. ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണല്ലോ. അങ്ങനെയാണെങ്കിലും ഞാൻ അവനെ വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട. ശിക്ഷ ഉറപ്പായും കൊടുത്തിരിക്കും. അങ്കിൾ, ഒരു ജീവിതമാകുമ്പോ നല്ലതുണ്ടാവും ചീത്തയും ഉണ്ടാവും. ചീത്ത കാര്യങ്ങളെ മാറ്റി നിർത്തി എല്ലാവർക്കും നല്ലത് ചെയ്യണം, അത്രേ ഉള്ളൂ. അങ്കിൾ ഇതിനെക്കുറിച്ച് ഇനി ആലോചിക്കണ്ട. ഞാൻ ആ കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് തന്നെ മറന്നു. അല്ല ശിവാനി, കുഴപ്പമില്ല അങ്കിൾ, അതിനെക്കുറിച്ച് ആലോചിക്കണ്ട. എല്ലാം ശരിയായിക്കോളും. ഈ ഒരു പ്രശ്നത്തിന് ഞാൻ തന്നെ പരിഹാരം കണ്ടുപിടിച്ചോളാം.
അപ്പോഴേ എല്ലാം ശരിയാവൂ. എന്റെ ഈ തീരുമാനം നിങ്ങൾക്ക് ക്രൂരമായി തോന്നാം, എന്നാലും ഇതിപ്പോ അത്യാവശ്യമാണ്. ഇതില് എല്ലാവരുടെയും സമ്മതം വേണമെന്ന് എനിക്ക് നിർബന്ധമില്ല. എല്ലാവരും സമ്മതിച്ചേ പറ്റൂ. അത്ര വലിയ തീരുമാനം എന്താ? ഇന്നു മുതൽ ത്രിവിക്രം ഈ വീട്ടിലുണ്ടാവില്ല. ദിഗ്വിജയ, എന്താ നീ പറയുന്നേ? നീ തമാശ പറയുന്നല്ലോ. അമ്മേ, ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറയുന്നത്. ത്രിവിക്രം ഇന്ന് തന്നെ ഈ വീട്ടിൽ നിന്ന് താമസം മാറും. അവൻ ഈ വീട് വിട്ടു പോയാ എവിടെ താമസിക്കും? എന്ത് ചെയ്യും? ഞാനിപ്പോ കൊച്ചിയിലൊരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് തുടങ്ങിയ കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. ഇന്നു മുതല് ത്രിവിക്രമനാണ് അതിന്റെ ഇൻചാർജ്. അവൻ അവിടെ താമസിച്ച് എല്ലാ കാര്യങ്ങളും നോക്കട്ടെ. ആൻഡ് മോറോവർ, ഞാൻ അടുത്ത 6 മാസത്തിനുള്ളില് 23 വർഷം ഞാൻ നിങ്ങളുടെ അമ്മയുടെ സ്നേഹം കിട്ടാതെ വളർന്ന് ഇപ്പോ എനിക്കത് കിട്ടി തുടങ്ങിയത്. നിങ്ങൾക്ക് രണ്ടാൾക്കും എന്നെ വേണ്ടതായല്ലേ? എല്ലാരും കൂടെ ചേർന്ന് എന്നെ ദൂരേക്ക് പറഞ്ഞയക്കാൻ നോക്കുക. വീണ്ടും എന്നെ അനാഥനാക്കാൻ ശ്രമിക്കുവാണല്ലേ? ഹേയ്, എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല. നിന്റെ ഈ കരച്ചിലൊന്നും നിർത്തിയിട്ട് കാര്യം ഒന്നു വെച്ച് പറ. അച്ഛാ, ഡാഡി എന്നെ കൊച്ചിയിലേക്ക് അയക്കാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ അവിടെ പോയി നിൽക്കണോ അത്രേ? നിന്നെയോ? എന്തിന്? അതെ അച്ഛാ, കൊച്ചിയിലുള്ള ബിസിനസ് നോക്കാൻ എന്നെ പറഞ്ഞുവിടുക. ഞാൻ ഇനി മുതൽ അവിടെ നിന്നാ മതി എന്ന് പറയുന്നേ. അച്ഛാ, എനിക്ക് അങ്ങോട്ട് പോകാൻ തീരെ ഇഷ്ടമല്ല അച്ഛാ. നിങ്ങളെയൊക്കെ വിട്ടു നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ആ കുഞ്ഞിന്റെ മുഖം കാണാതെ ഞാൻ എങ്ങനെയാ? നിങ്ങൾക്ക് എന്തുണ്ടാവാനാ? എന്നെ വിട്ട് പിരിഞ്ഞിരിക്കാൻ പറ്റുമല്ലോ. എനിക്ക് സമാധാനമായി. ഞാൻ പോവാ, പോയി ചാവാ ഞാൻ. ത്രിവിക്രമ, ഞാനൊന്ന് സംസാരിക്കട്ടെ. നീ ഇവിടെ തന്നെ നിൽക്ക്. അച്ഛാ, ഞാൻ ഒന്നും പോരാ. ചെയ്യണ്ട. ഒന്നും പറയാൻ നിൽക്കണ്ട അച്ഛാ. വേണ്ട അച്ഛാ, വേണ്ട അച്ഛാ. അച്ഛാ, അച്ഛാ, ഡാഡിയോട് സംസാരിച്ചായിരുന്നു അച്ഛൻ. അദ്ദേഹം എന്നെ അങ്ങോട്ട് പറഞ്ഞയക്കില്ല അല്ലേ? നിങ്ങളോടൊപ്പം നിൽക്കാൻ പറ്റില്ല എനിക്ക്. ഒന്ന് പറയച്ചാ. അച്ഛ, എന്തെങ്കിലും പറ. അച്ഛാ, ആ പേര് വിളിച്ചു പോരുത് തന്നെ. നീ അതിനുള്ള യോഗ്യത നിനക്കില്ല. എന്താ അച്ഛാ ഇത്? എന്താ നീ കാണിച്ചത്? നിന്നെ ഞാൻ ഒരുപാട് വിശ്വസിച്ചു പോയി. പക്ഷെ നീ ഇങ്ങനെ പ്രവർത്തിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. എന്നെ പറഞ്ഞു വിശ്വസിപ്പിച്ച് നല്ലവനായിട്ട് നടിച്ചു നീ. മുതലാളിന്റെ മുമ്പിൽ എനിക്ക് തല താഴ്ത്തി നിൽക്കേണ്ടി വന്നില്ലേ? നിനക്കറിയോ, മുതലാളിന്റെ മുമ്പിൽ ഞാൻ ഇതുവരെ ഉറക്കെ സംസാരിച്ചിട്ട് പോലുമില്ല. നിനക്ക് വേണ്ടി മാത്രം സംസാരിച്ചത്. ഞാൻ മാത്രമാണ് ഇപ്പൊ നാണം കെട്ടത്. മുതലാളി എന്നെപ്പറ്റി എന്ത് വിചാരിച്ചു കാണും? നീ ഒറ്റയെടുത്തിന് ഇതിനൊക്കെ കാരണം. നീ മാറി നല്ലവനായെന്ന് വിചാരിച്ച് ഒരുപാട് ഞാൻ സന്തോഷിച്ചതാ. പക്ഷെ നീ ഇപ്പോഴും പഴയ ആള് തന്നെയാണ്. നീ ശിവാനെ ഇപ്പോഴും സ്നേഹിക്കുന്നു അല്ലേ? അവള് തൃശൂലിന്റെ ഭാര്യ എന്ന് മറന്നു നീ. അവളെ തന്നെ വേണോളൂ നിനക്ക്. എന്തിനാണോ നീ എന്റെ മാനം കെടുത്തിയത്? ഇതിലും ഭേദം കുറച്ച് വിഷമടിക്ക് തരുന്നായിരുന്നു. അതോടെ എല്ലാം തീരുമല്ലോ. നിന്റെ കൺമുമ്പിൽ പിന്നെ ഞാൻ ഉണ്ടാവില്ലായിരുന്നു. സോറി അച്ഛ, ഇനി ഞാൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല. ദയവ് ഇത് ഈ ഒരു തവണത്തേക്ക്. അച്ഛ, നിന്നോട് ക്ഷമിക്കേണ്ടത് ഞാനല്ലടാ, മുതലാളിയാ. പോയി ക്ഷമ ചോദിക്കടാ. വരാനൂടെ അച്ഛ, വരാൻ. അച്ഛ, മിണ്ടരുത്. വണം. മുതലാളിയോട് ക്ഷമ ചോദിക്കണം. സോറി ഡാ. എഴുന്നേക്കട അവിടുന്ന്. എഴുന്നേക്കാൻ. നിന്നെ പോലെ ഒരുത്തനോട് ക്ഷമിക്കാൻ ആർക്കും ആവില്ല. ഇനി നീ വീട്ടിലുണ്ടാവാൻ പാടില്ല. ഇപ്പൊ നിന്റെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യ്. വേഗോട്ടെ. എന്താ മിഴിച്ചു നിൽക്കുന്നത്? വേഗോട്ടെ.
മുത്തശ്ശി, എല്ലാം തീർന്നു. എല്ലാം കൈവിട്ടു പോയി. 2 ഫാമിലി, 2 വീടുകള്, എനിക്ക് വേണ്ടി ജനിച്ചു വന്ന നിങ്ങളും എല്ലാം കൈവിട്ട് പോവാ മുത്തശ്ശി. ഒറ്റയ്ക്ക് ജീവിച്ച് മരിക്കാനാണ് വിധിയെങ്കിൽ ആരെക്കൊണ്ട് തടയാൻ പറ്റുക? എന്തു പറ്റി കൊച്ചുമകനെ? എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? മുത്തശ്ശി എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുക. ഞാൻ ഈ നാട്ടിൽ പോലും ഉണ്ടാവരുതെന്ന്. ആരാ പറഞ്ഞേ? ആരാ അങ്ങനെ ഒരു കാര്യം ചെയ്തേ? വേറെ ആര് ചെയ്യാൻ? ആ ദിഗ്വിജയൻ. ദിഗ്വിജയനോ? നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാൻ ദിഗ്വിജയനെ കൊല്ലാൻ പോയെ? അയാളിപ്പോ എന്നെ തന്നെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനം എടുത്തിരിക്കുക. നിങ്ങളുടെ മകനോട് ഹെൽപ്പ് ചോദിക്കാൻ പോയതാ ഞാൻ. അദ്ദേഹം എന്നെ അടിക്കുക ചെയ്ത മുത്തശ്ശി. അതുകൊണ്ടാ ഞാൻ എന്റെ ശക്തികൾ പ്രയോഗിക്കാൻ നോക്കിയത്. പക്ഷെ അതൊന്നും വർക്കൗട്ട് ആയില്ല. എന്ത്? നന്ദീശന്റെ മേൽ ശക്തി പ്രയോഗിക്കാൻ നോക്കിയെന്നോ? ആ, എന്റെ ദേഹത്ത് കൈവച്ച ഒരാളെ വെറുതെ വിടണമെന്നാണോ പറയുന്നത്? ത്രിവിക്രമ, അവൻ നിനക്ക് ജന്മം നൽകിയ അച്ഛനാ. നീ എപ്പോഴെങ്കിലും ഇങ്ങനെ കാണിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ടാ നിന്റെ ശക്തി അവന്റെ മേൽ പ്രയോഗിക്കാൻ പറ്റാത്ത വിധമാക്കിയത്. മുത്തശ്ശി, നിങ്ങളുടെ മകൻ എന്നോട് ഒരു ഇഷ്ടവുമില്ല. ഏതോ ഒരുത്തിന് വേണ്ടിയിട്ട് എന്റെ ദേഹത്ത് കൈവച്ചില്ലേ? അടിമയെ പോലെ ദിഗ്വിജയന്റെ വീട്ടുപണിയും ചെയ്ത് അവൻ പറയുന്നതൊക്കെ കേൾക്കേണ്ട കാര്യം എന്താ മുത്തശ്ശി? അത്രേ ഉള്ളൂ. എല്ലാം ഇതോടെ തീരുക. ഞാൻ അവരുടെ കാൽ കീഴിൽ വീണ് കിടക്കണോ അത്രേ. ഇന്നു മുതല് മുത്തശ്ശിയെ കാണാൻ ഞാൻ വരില്ല. മുത്തശ്ശിക്കും അതെ, ഇനി എന്നെ കാണാൻ പറ്റില്ല. ബൈ മുത്തശ്ശി. ഓ സോറി, ഗുഡ് ബൈ. കൊച്ചുമകനെ നിൽക്ക. എന്താ? നീ എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല. നിന്നെ ആരാണോ വീട്ടിൽ നിന്നും പുറത്താക്കാൻ ശ്രമിക്കുന്നത് അവനെ പറ്റിയുള്ള രഹസ്യം എന്റെ കയ്യിലുണ്ട്. ഞാൻ നിന്റെ കൂടെ ഉള്ളിടത്തോളം നിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. രഹസ്യം? മുത്തശ്ശി എന്തായി പറഞ്ഞു വരുന്നേ? അവനോട് നീ ഒരു കാര്യം മാത്രം പറഞ്ഞാൽ മതി. നിന്നെ അവൻ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുകയല്ല, നിന്നെ മഹാരാജാവായി വാഴ്ത്തും അവൻ. എന്താ? മഹാരാജാവാക്കുന്നു? സത്യമാണോ? നാഗങ്ങളെ കൊന്നിട്ടുണ്ടെന്നോ? ഞാൻ പറഞ്ഞതുപോലെ ചെയ്യ്. പിന്നീട് ദിഗ്വിജയന്റെ വെപ്രാളം നിനക്ക് കാണാം. യെസ്, മുത്തശ്ശി പറഞ്ഞതുപോലെ ഇപ്പൊ തന്നെ ചെയ്യാൻ. ദിഗ്വിജയ, എന്റെ കൊച്ചുമകനെ വീട്ടിൽ നിന്നും പുറത്താക്കാൻ നോക്കുന്നു. നിന്റെ ഓരോരോ രഹസ്യങ്ങളും ഇതെന്താ എന്റെ ദൈവമേ, ഈ വീടിന്റെ ഡോർ എപ്പോഴും ഓപ്പൺ ആയിരിക്കുമല്ലോ. ഇവർക്കാർക്കും പേടിയൊന്നുമില്ലേ? ഹലോ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ആരാ അവിടെ? ഹായ്. ബൈ. ഹായ്, വരൂ വരൂ. ഇപ്പൊ നിങ്ങൾ ബൈ എന്നും പറഞ്ഞു, അകത്തേക്ക് വരാനും പറഞ്ഞു. ഇതിന് ഞാൻ എന്താ ചെയ്യണ്ടേ? വരൂ വരൂ വരൂ. ഒരു മിനിറ്റ്. നിങ്ങൾ വന്നതിന്റെ കാര്യം എന്താ? എല്ലാം ഇവിടെ തന്നെ നിന്നോണ്ട് പറയണോ? നമുക്കവിടെ ഇരുന്ന് സംസാരിക്കാം. വരൂ വരൂ വരൂ. പറയൂ. നിങ്ങൾക്ക് എന്താ സുഖമില്ലേ? എനിക്ക് സുഖമാണല്ലോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഓക്കെ. മിസ്റ്റർ ശിക്കാരി ശംഭു, ഇങ്ങനെ എപ്പോഴും ടെൻഷൻ അടിച്ചോണ്ടിരുന്നാലേ ജീവിതകാലം മുഴുവൻ ടെൻഷൻ അടിക്കേണ്ടി വരും. നിങ്ങളെ പിന്നെ പുറത്തൊന്നും കാണാത്തോണ്ട് എന്റെ ചേട്ടൻ നിങ്ങളെ അടിച്ചത് കാരണം ഞാനുമായിട്ട് കൂട്ടും വേണ്ടാന്ന് വെച്ച് നാട് വിട്ട് പോയെന്നാ ഞാൻ വിചാരിച്ചത്. അതോ, ഞാൻ മറന്നുപോയതൊക്കെ. അത് നന്നായി, നിങ്ങളെല്ലാം മറന്നല്ലോ. അല്ലടോ, വീട്ടിലൊരു പെൺകുട്ടി വന്നിരിക്കുന്നു. വെറുതെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുവാണല്ലോ. കോഫി തരാനുള്ള പ്ലാൻ ഒന്നും ഇല്ലേ? അറ്റ്ലീസ്റ്റ് ഒന്ന് ചോദിച്ചൂടെ? നിങ്ങൾ കോഫി കുടിക്കുവോ? അതെന്താ, നിങ്ങൾ കുടിക്കില്ലേ? കുടിക്കാറുണ്ട്, ഞാൻ കുടിക്കാറുണ്ട്. നമ്മളെപ്പോലെയുള്ള മനുഷ്യന്മാര് സാധാരണയായിട്ട് കുടിക്കാറുണ്ട്. ഞങ്ങളും മനുഷ്യരാ, ഞങ്ങളും കോഫിയൊക്കെ കുടിക്കും. നിങ്ങൾക്കൊരെണ്ണം എടുക്കട്ടെ? അയ്യോ, കുഴപ്പമില്ല, ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളെ കണ്ട് സംസാരിച്ചു പോകാന്ന് കരുതി, അതിനാ വന്നേ. ശരി, ഞാൻ ഇറങ്ങിക്കോട്ടെ. പൊയ്ക്കോ. എന്താ, ഇത്ര നേരമായിട്ട് ഞാൻ പോകാൻ വേണ്ടി കാത്തിരിക്കുവായിരുന്നോ? അല്ലല്ല, വേണേൽ നിങ്ങൾക്കും കോഫി തരാം. ഓ, അപ്പൊ കോഫി കുടിക്കാൻ ഗതിയില്ലായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേ? അല്ല, ടീ തരാം. ടീ കുടിക്കാനും ഗതിയില്ലെന്ന് കരുതിയോ? അയ്യോ, കോഫിയും ടീയും രണ്ടും തരാം. രണ്ടും കൂടെ മിക്സ് ചെയ്ത് നീ തന്നെ കുടിച്ചാ മതി. ഞാൻ പോവാ. ബൈ. അതെ.
ആ പെണ്ണ് തന്നെ നിന്നെ തേടി വന്ന് നിന്റെ ക്ഷേമത്തെക്കുറിച്ച് അന്വേഷിക്കുന്നുവെങ്കിൽ നിന്നെപ്പറ്റി അവൾ വല്ലാതെ ആലോചിക്കുന്നുവെന്നർത്ഥം. അവള് നിന്നെപ്പറ്റി അങ്ങനെ ആലോചിക്കുന്നുണ്ടെങ്കിൽ അവൾ നിന്നെ പ്രണയിക്കുന്നുണ്ടെന്നർത്ഥം. എനിക്കിതെല്ലാം എന്താണെന്ന് മനസ്സിലാകുന്നേയില്ല അച്ഛാ. എന്ന് വെച്ചാൽ നീ വിജയത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ പോകുന്നുവെന്നർത്ഥം. ഇത് സന്തോഷിക്കുവാനുള്ള സമയമല്ല. ഇതുപോലത്തെ ഒരുപാട് പടികൾ നീ ഇനിയും കയറാനുണ്ട്. ഇനിയും നീ ഒരുപാട് അവളിലേക്ക് അടുക്കണം. നിന്റെ പ്രണയമെന്ന കാപട്യത്തിലൂടെ അവളെ കയ്യിലൊതുക്കി കല്യാണമെന്ന ബന്ധനത്തിൽ അവസാനം നീ അവളെ കൊണ്ട് എത്തിക്കണം. നിങ്ങൾ പറയുന്നത് പോലെല്ലാം ചെയ്തുകൊണ്ടിരിക്കും അച്ഛാ. മൊത്തത്തിൽ ആ ഇച്ഛാധാരി നാഗങ്ങൾ എന്നേക്കുമായി ഇല്ലാതാവണം. ആ നാഗമാണിക്യം നമുക്ക് സ്വന്തമാക്കണം. ബാബാ, ഞാനൊരു വല്ലാത്ത പ്രശ്നത്തിലകപ്പെട്ടിരിക്കുക. അങ്ങനെ സഹായിക്കണം. എന്താണത്? അത് ഞാൻ ആ നാഗത്തെ കൊന്നുകളഞ്ഞ കാര്യം എന്റെ മകൻ മനസ്സിലാക്കിയിരിക്കുന്നു. മകനോ? മകനെന്ന് പറഞ്ഞ നന്ദീശന്റെ മകൻ. ഞാൻ മകനായിട്ട് തന്നെയാ വളർത്തിയത്. അവനിപ്പോ ഞാൻ നാഗലോകത്തുള്ളവരെ കൊന്നുകളഞ്ഞ കാര്യം മനസ്സിലാക്കിയിട്ട് എന്നെ ഭീഷണിപ്പെടുത്തുക. എന്തെങ്കിലും പരിഹാരം കാണണം ബാബാ. ഇതാണ് നീ ചെയ്യുന്ന തെറ്റ്. ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കേണ്ട സമയമല്ലിത്. നാളെയാണ് ദുർഗാഷ്ടമി. നിന്നിൽ നിന്ന് നാളെ ഒരു മഹത് കാര്യം നടക്കേണ്ടതാണ്. എന്താ അത് ബാബാ? നാഗമാണിക്യം കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. കൊണ്ടുവന്നോ? ഇതാ കൊണ്ടുവന്നിട്ടുണ്ട് ബാബാ. ദിഗ്വിജയ, ആ പെട്ടി തുറക്ക്. ബാബാ, ഈ നാഗമാണിക്യം ഒരു നിമിഷം എന്നെ പോലും മൂകനാക്കി മാറ്റിയിരിക്കുന്നു. എന്നെ കൊണ്ട് എന്തോ കാര്യം ചെയ്യിക്കാനുണ്ടെന്ന് പറഞ്ഞു. എന്താ അത്? നാളെ വിജയദശമി. നിന്റെ ശത്രുക്കളെ നശിപ്പിക്കുവാനുള്ള ശരിയായ സമയം. എന്നുവെച്ചാ നാഗലോകത്തുള്ളവരെല്ലാം കൊല്ലാൻ പറ്റുമോ? അതെങ്ങനെയാണ് ബാബാ? നീ മഹാദേവിയുടെ ആയുധം കരസ്ഥമാക്കണം. ആ ആയുധം കൊണ്ട് മാത്രമേ നാഗലോകത്തുള്ളവരെ സംഹരിക്കുവാൻ സാധിക്കൂ. അതെവിടെയുള്ളത്? മഹാകാളി ഗുഹയിൽ. ചാമുണ്ടേശ്വരി അമ്മ മഹിഷാസുരനെ മർദ്ദിച്ച സ്ഥലമാണത്. ആ ആയുധവും അവിടെ തന്നെയാണുള്ളത്. ആ സ്ഥലത്തേക്ക് മറ്റാർക്കും പ്രവേശിക്കുവാൻ സാധ്യമല്ല. നിന്നെ കൊണ്ട് മാത്രമേ സാധിക്കൂ. എന്താണെന്ന് വെച്ചാൽ നിന്റെ കയ്യിൽ നാഗമാണിക്യമുണ്ട്. നാഗമാണിക്യത്തിന്റെ സഹായത്താൽ നിനക്ക് മാത്രം അവിടെ പ്രവേശിക്കാം. ശരി ബാബാ, ഞാൻ ഇപ്പൊ തന്നെ ആ സ്ഥലത്തേക്ക് പോവാം. ആ ഗുഹയിൽ പോവുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവിടെ നിനക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും നാഗമാണിക്യത്തിന്റെ സഹായം തേടുക. ഗുഹയുടെ അവസാനം മഹിഷാസുരനെ വധിച്ച സ്ഥലം. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരുന്ന മന്ത്രങ്ങൾ ചൊല്ലുക. ഈ മന്ത്രങ്ങൾ ചൊല്ലിയാൽ ആയുധം സ്വമേധയാ പ്രത്യക്ഷപ്പെട്ട് നിന്റെ കയ്യിൽ വന്നു ചേരും. ആയിക്കോട്ടെ ബാബാ. ദിഗ്വിജയ, വളരെയേറെ ശ്രദ്ധിക്കണം. സമയം കുറവാണ്. വഴി നീണ്ടതും. അല്പമെങ്കിലും ശ്രദ്ധ മാറിയാൽ നാഗമാണിക്യം കൈവിട്ടു പോകും. നാഗമാണിക്യമെങ്ങാനും കൈവിട്ടു പോയാൽ നിന്റെ മരണം സുനിശ്ചിതം. ഇല്ല ബാബാ, യാതൊരു കാരണവശാലും നാഗമാണിക്യം ഞാൻ കൈവിട്ട് കളയില്ല. വിജയീ ഭവ.